താൻ ഡ്രൈവറല്ലേ, ഡ്രൈവറുടെ ജോലി ചെയ്താൽ മതി. മേഘ അരുണിനോട് പൊട്ടിത്തെറിച്ചു. പിന്നെ അരുൺ ഒന്നും മിണ്ടിയില്ല. വേഗം കാറ് സ്റ്റാർട്ട് ചെയ്തു മുന്നോട്ടെടുത്തു. അരവിന്ദ് എന്ന വലിയ ബിസിനസ്സുകാരൻ്റെ ഭാര്യയാണ് പുറകിലിരിക്കുന്നത്. താനാണെങ്കിൽ അവരുടെ വീട്ടിലെ വെറും ഒരു ഡ്രൈവറും. അനാവശ്യമായി അവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടിയിരുന്നില്ല എന്ന് അരുണിന് തോന്നി. എന്നാൽ അപ്പോഴത്തെ വല്ലാത്ത അവസ്ഥ മാറിയപ്പോൾ മേഘയ്ക്ക് താൻ പറഞ്ഞത് അല്പം കൂടിപ്പോയി എന്ന് ബോധ്യപ്പെട്ടിരുന്നു. ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരാളാണ് അരുൺ. അരവിന്ദ് വിശ്വസിച്ച് കൂടെ കൊണ്ടുപോകുന്ന ഏക ഡ്രൈവർ. ബിസിനസ്സിൽ അയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. കൂടെ നിൽക്കുന്നവരെ പോലും അയാൾക്ക് സംശയമാണ്. എന്നാൽ അരുണിനെ വലിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് എങ്ങോട്ട് പോകുമ്പോഴും അരുണിന് കൂടെ കൂട്ടുന്നത്. അരുൺ, വണ്ടി ബീച്ചിലേക്ക് വിട്ടോളൂ. അയാളോട് അത് പറയുമ്പോൾ അവിടെ ചെന്നാലെങ്കിലും മനസ്സിനല്പം സമാധാനം കിട്ടിയിരുന്നെങ്കിലെന്നാണ് മേഘ ചിന്തിച്ചത്. ബീച്ചിലെത്തി കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. അരുൺ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കാറിൽ ചാരി നിന്നു. മേഘയുടെ നിർദ്ദേശപ്രകാരം അധികം ആളുകൾ വരാത്ത ഒരു സ്ഥലമായിരുന്നു അത്. അരവിന്ദും ഭാര്യ മേഘയും പലർക്കും സുപരിചിതരാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്ന് മേഘയ്ക്ക് തോന്നി. താൻ എന്ത് ചെയ്താലും അതെല്ലാം അരുണിൻ്റെ ചെവിയിലെത്തിക്കാൻ ധാരാളം ആളുകളുണ്ട്. പക്ഷേ അരുൺ എന്തു ചെയ്താലും താൻ ഒന്നും അറിയുന്നില്ല എന്ന് മാത്രം. മേഘ അരുണിനെ നോക്കി. അവൻ മനഃപൂർവ്വം മേഘയെ നോക്കിയില്ല. നേരത്തെ താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും അവൻ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത് എന്ന് മേഘയ്ക്ക് തോന്നി. അരുൺ, നമുക്കൊന്ന് നടക്കാം എന്ന് പറഞ്ഞപ്പോൾ അരുൺ അവളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ അരുൺ മേഘയോടൊപ്പം ബീച്ചിലേക്ക് നടന്നു. അരുണിന് എന്നെക്കുറിച്ച് എന്തറിയാം? നേരത്തെ ചോദിച്ചില്ലേ എന്തിനാണ് കരയുന്നത് എന്ന്? അത് പറയണമെങ്കിൽ ഞാൻ ആരാണെന്നും എന്താണെന്നും എല്ലാം അരുൺ അറിയേണ്ടി വരും. ഇത്രത്തോളം തുറന്ന് സംസാരിക്കുന്ന മേഘയെ ആദ്യമായി കാണുകയായിരുന്നു അരുൺ. ഇതിനു മുൻപും മേഘയോടൊപ്പം പല സ്ഥലങ്ങളിലേക്കും താൻ ഡ്രൈവറായി പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു സംസാരത്തിന് ഇതുവരെ അവസരം കിട്ടിയിരുന്നില്ല. അരുൺ ഒന്നും മിണ്ടാതെ മേഘയ്ക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാൻ തയ്യാറായി. അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് അരുണിന് അറിയാമായിരുന്നു. ഒരുപക്ഷേ ഒരു നല്ല കേൾവിക്കാരനെ കിട്ടിയാൽ മനസ്സിലുള്ളത് മുഴുവൻ അവർ തുറന്നു പറയും. അങ്ങനെ എന്തെങ്കിലും വിശ്വാസം ലഭിച്ചെങ്കിൽ ലഭിച്ചോട്ടെ എന്ന് അരുൺ കരുതി. പണ്ട് ഈ പറയുന്ന അരവിന്ദൻ്റെ ഒരു സ്ഥാപനത്തിൽ വെറും ജോലിക്കാരിയായി ചെന്നതായിരുന്നു ഞാൻ. എന്നെ കണ്ടിഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത് അരവിന്ദാണ്. എൻ്റെ ഭാഗ്യമായി ഞാനത് കരുതി. അരവിന്ദനെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചു. അയാളെക്കുറിച്ച് ഒരുപാട് സ്ത്രീകളുടെ പേരും ചേർത്ത് പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ അരവിന്ദിന് എന്നെ ചതിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. ഇന്ന് വന്ന ഒരു അനോണിമസ് കോൾ, അതിൽ പറഞ്ഞത് പ്രകാരം ഞാൻ ഇവിടെയുള്ള ഹോട്ടലിൽ വന്നു. 112 നമ്പർ മുറിയിൽ ചെന്ന് നോക്കാൻ പറഞ്ഞിരുന്നു അയാൾ. അതുപോലെ തന്നെ നോക്കി. ഡോർബെൽ അടിച്ചു. ഏറെ നേരത്തിന് ശേഷം ബാത്ത് ടവൽ ചുറ്റിയ ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. അവരെ തള്ളിമാറ്റി ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച, ഹോട്ടൽ റൂമിലെ ബെഡ്റൂമിൽ നഗ്നനായി എൻ്റെ സ്വന്തം ഭർത്താവ്. അത്ഭുതം അതൊന്നുമല്ല, അയാൾക്ക് എന്നെ കണ്ടിട്ടും യാതൊരു കൂസലും ഇല്ല എന്നതാണ്. നീ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത്. അപമാനിക്കപ്പെട്ടു. ഞാൻ തോറ്റുപോയി. ഇതൊന്നും ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയില്ല. എനിക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം, പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. എന്നെ ഉപേക്ഷിച്ച് അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കും. അവൾക്കും ഇത് തന്നെ അനുഭവിക്കേണ്ടി വരും. നിറ കണ്ണുകളോടെ മേഘ അത് പറഞ്ഞപ്പോൾ അരുണിന് അവളോട് വല്ലാത്ത സഹതാപം തോന്നി. സ്നേഹിച്ച ആളിൽ നിന്ന് വഞ്ചന ഏറ്റുവാങ്ങിയാൽ അതൊരാളെ എത്രത്തോളം തകർക്കുമെന്ന് അരുണിന് നന്നായി അറിയാമായിരുന്നു. 3 വർഷത്തെ തകർന്ന തൻ്റെ പ്രണയം അരുണിൻ്റെ ഓർമ്മയിൽ വന്നു. അരുൺ, ഞാൻ നിന്നോടൊരു സഹായം ചോദിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി അത് ചെയ്തു തരാമോ? മേഘയുടെ ആ ചോദ്യമാണ് അരുണിന് ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. എന്താ, പറഞ്ഞോളൂ. എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം, അരുൺ പറഞ്ഞു. എനിക്ക് നിന്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. അത് കേട്ടതും അരുൺ ഞെട്ടിപ്പോയി. മേഘ പറഞ്ഞത് എന്താണെന്ന് അവൻ ഒരിക്കൽ കൂടി ചോദിച്ചു. എനിക്ക് നിന്റെ കുഞ്ഞിന് ജന്മം നൽകണം. അയാളോടുള്ള പ്രതികാരം തനിക്കറിയോ? അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ യോഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഡോക്ടറെ പോയി കണ്ടിരുന്നു. അയാൾക്കൊരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നാണ് ഡോക്ടർ വിധി എഴുതിയത്. എന്നാൽ അത് അയാൾ അറിയരുത് എന്ന് ഞാൻ ഡോക്ടറിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല.
അത്രത്തോളം ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നു. എന്നിട്ടും എനിക്ക് തിരിച്ചു കിട്ടിയത് ഇതൊക്കെയാണ്. പിന്നെ ഞാനെന്തിനാണ് അയാളോട് ആത്മാർത്ഥമായി നിൽക്കുന്നത്? മേഘയുടെ ചോദ്യത്തിന് അരുണിൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. താൻ ബിസിനസ് ടൂർ പോവുകയാണെന്നും ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരൂ എന്നും അരവിന്ദ് കുറച്ചു മുമ്പ് അയച്ച മെസ്സേജിലേക്ക് മേഘ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിടർന്നു. അരുണിനോട് വീട്ടിലേക്ക് വണ്ടിയെടുക്കാൻ പറഞ്ഞു. അന്ന് രാത്രി അരുണിനു വേണ്ടി മുറിയുടെ വാതിൽ അവൾ തുറന്നിട്ടു. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ ശാരീരിക ആവശ്യം നിഷേധിക്കാൻ മാത്രം മണ്ടനായിരുന്നില്ല അരുൺ. ആവേശത്തോടെ അവൻ മേഘയിലേക്ക് പടർന്നു കയറി. മാർദ്ദവമേറിയ അവളുടെ ശരീരം എത്ര രുചിച്ചിട്ടും അരുണിന് മതിയാവുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ പ്രഗ്നൻസി കിറ്റ് വാങ്ങി. അതിൽ 2 വര തെളിയുന്നതുവരെ അവർ തമ്മിലുള്ള ബന്ധം തുടർന്നു. താൻ ഗർഭിണിയാണ് എന്ന വിവരം അവൾ അരവിന്ദിനെ വിളിച്ച് അറിയിച്ചു. അയാളുടെ മുഖത്തെ സന്തോഷം കണ്ട് പുച്ഛത്തോടെ അവൾ ചിരിച്ചു. തൻ്റെ വയറ്റിൽ കിടക്കുന്നത് സ്വന്തം കുഞ്ഞാണ് എന്ന് കരുതി ആളുകൾക്ക് വലിയ പാർട്ടി കൊടുക്കാൻ തീരുമാനിച്ചവനെ അവൾ പുച്ഛത്തോടെ നോക്കി. ഇതിലും വലിയൊരു ശിക്ഷ അയാൾക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അവൾക്ക്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.